അമ്മേ ശരണം, ദേവി ശരണം. അമ്മ കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? സങ്കടങ്ങളോട് പറ, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അമ്മയുണ്ട്. അമ്മ ഉള്ളിടത്തോളം കാലം സങ്കടപ്പെടൂലെന്ന് മനസ്സിനോട് പറ. ആരെന്തൊക്കെ വന്ന് നമ്മളെ തളർത്തിയാലും അമ്മയുടെ ആ വാത്സല്യങ്ങളുടെ കരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത്? ജീവിതം നമുക്ക് നീട്ടി തന്നിരിക്കുകയല്ലേ അമ്മ, സന്തോഷിക്കാൻ. ആ സന്തോഷങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല? ദുഃഖങ്ങളുടെ പോകാതെ സങ്കടങ്ങളെ മാത്രം ഇങ്ങനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സങ്കടപ്പെടാനല്ലേ സമയമുള്ളൂ. സങ്കടപ്പെടാതെ സത്യത്തിൻ്റെ പുറകെ പോവുക, സത്യത്തെ മനസ്സിലാക്കുക. അമ്മയാണ് നമ്മുടെ എല്ലാവർക്കും ആശ്രയമുള്ളതെന്ന് മനസ്സിലാക്കുക. ആ ആശ്രയ ശക്തിയെ നമ്മൾ മനസ്സിലെപ്പോഴും ഉരുവിടുക. അമ്മ കൂടെ എപ്പോഴും ഉണ്ടാകും. തളരാതെ നമ്മുടെ കൂടെ, നമ്മുടെ കൈത്താങ്ങായിട്ട് അമ്മ എത്തും. പൂർണ്ണ സത്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കിയാൽ അമ്മ നിങ്ങളുടെ അടുത്തേക്ക് വരും. അതിനുവേണ്ടി നിങ്ങൾ ഇത്രമാത്രം അമ്മയെ എപ്പോഴും സ്മരിക്കുക. മനസ്സുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നു അപ്പോഴൊക്കെ അമ്മയെ നിങ്ങൾ വിളിച്ച് സ്വയം ആനന്ദം കണ്ടെത്തുക. ആ ആനന്ദത്തിൻ്റെ മുന്നിൽ പിന്നെ നമ്മുടെ മുന്നിൽ എത്ര വിഷമങ്ങളുണ്ടെങ്കിലും നമുക്ക് മാറ്റിയാൽ മാറാത്തതുണ്ടോ? അമ്മയുടെ ആ കരങ്ങൾ വന്ന് മാറ്റൂലേ? പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത്? എത്ര വലിയ ദുരിതങ്ങളാണെങ്കിലും അമ്മ ഒന്ന് മനസ്സറിഞ്ഞൊന്ന് അനുഗ്രഹിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. അതിന് നമ്മൾ അമ്മയെ അറിയണം. അമ്മയെ അറിയാതെ നമ്മൾ കുറേ വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അമ്മയെ അറിയണമെങ്കിൽ നമുക്ക് അമ്മയെക്കുറിച്ച് പലതും അറിയണം. അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് പറയുന്നത്. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അമ്മയെ വിട്ടു പോകാനേ തോന്നില്ല. അമ്മയെ എപ്പോഴും നിങ്ങൾ മുറുകെ പിടിക്കുക. ആ അമ്മയുടെ ആശ്രയവലയത്തിൽ നിങ്ങൾ എപ്പോഴും സുരക്ഷിതരായിരിക്കും. സങ്കടപ്പെടാതെ നിങ്ങൾ മുന്നോട്ട് പോവുക. എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. അമ്മയോളം വരില്ല ഈ ഭൂമിയിൽ ഒന്നുമെന്ന് നിങ്ങളോട് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അമ്മയ്ക്ക് പകരം വെക്കാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ല. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. അമ്മേ ശരണം, ദേവി ശരണം. അമ്മയോടുള്ള ആ വാത്സല്യം നിങ്ങൾക്ക് വല്ലാതെ അനുഭവപ്പെടുമ്പോൾ പറഞ്ഞത് കാര്യം എത്രത്തോളം സത്യമാണെന്ന് നിങ്ങൾക്ക് കാലം തെളിയിച്ചു തരും. അമ്മയോടുള്ള ആ വാത്സല്യ സ്നേഹമുള്ള ഒരു മകളാണ് ഞാനും. അമ്മയ്ക്ക് പകരം വെക്കാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു തരാൻ ഈ അമ്മ തന്നെയാണ് എനിക്ക് എപ്പോഴും കാണിച്ചു തരല്. അതുകൊണ്ട് പറയുകയാണ്, അമ്മയോ വിളിച്ചോളൂ. എത്ര ദൂരത്തുനിന്ന് വിളിച്ചാലും അമ്മ അടുത്തേക്ക് ഓടിയെത്തും. മക്കളുടെ സങ്കടങ്ങൾ അമ്മ അറിഞ്ഞ് അതിനു വേണ്ടി അമ്മ പരിഹാരം കണ്ടെത്തും. അതുവരെ നിങ്ങൾ വിശ്രമമില്ലാതെ നിങ്ങൾ പണിയെടുക്കൂ. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് സന്തോഷകരമായി നീങ്ങാൻ അമ്മയുടെ ആ കൈത്താങ്ങ് എപ്പോഴും ഉണ്ടാകും. അമ്മയെ ഉറക്കനെ നിങ്ങൾ കണ്ണടച്ച് വിളിച്ചോളൂ, കണ്ണു തുറന്നു വിളിച്ചോളൂ. എങ്ങനെ വിളിച്ചാലും അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതാണ് അമ്മ. അമ്മയോളം വരില്ല ഈ ഭൂമിയിൽ നിന്ന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. സകല ചരാചരങ്ങളുടെയും മതികയാണ് അമ്മ. ആ അമ്മയെ നിങ്ങൾ വീണ്ടും വീണ്ടും വിളിച്ചു അമ്മയെ ഉണർത്തു. അമ്മ ഉണരും. എപ്പോഴെങ്കിലും ഒരു നേരമെങ്കിലും അമ്മയെ വിളിക്കാനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തൂ. അമ്മയോളം ഈ ഭൂമിയിൽ ഒന്നുമില്ലെന്നുള്ള കാര്യം പിന്നെയും പിന്നെയും ഓർമ്മപ്പെടുത്തി പോകുന്നു. അമ്മയ്ക്ക് പകരം വെക്കാൻ എന്താ ഈ ഭൂമിയിലുള്ളത്? എല്ലാം അമ്മയ്ക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല. മക്കളുടെ സ്നേഹം അതെപ്പോഴും അമ്മയ്ക്ക് നൽകുക. അമ്മേ ശരണം.